ഹലോ ഫ്രണ്ട്സ്, എക്സൽ ടിപ്സ് ആൻഡ് ട്യൂട്ടോറിയൽസ് എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ എക്സൽ പഠിക്കാൻ പോകുന്ന ഒരു പുതിയൊരു ടെക്നിക്കാണ്. പ്രത്യേകിച്ച് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഈ ചാനൽ ഇതുവരെ ഇത് കവർ ചെയ്തിട്ടില്ല. അപ്പോൾ അത് എന്താണെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ ഈ ഒരു ടേബിൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു ടേബിൾ നെയിം, ലൊക്കേഷൻ, ഏജ്, ജോബ് എന്ന ടേബിൾ ഉണ്ട്. ഞാൻ ലാസ്റ്റിലേക്ക് എന്തെങ്കിലും ഒരു ആഡ് ചെയ്യുക, ഒരു ഫീൽഡിലൂടെ ദീപു എന്ന് ഒരു ഫീൽഡ് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചത്? ഓട്ടോമാറ്റിക്കായിട്ട് ബോർഡർ വന്നു, ടേബിളിലെല്ലാം ബോർഡർ വന്നു. ഞാനൊന്ന് ബോർഡർ ആഡ് ചെയ്തു, ഓട്ടോമാറ്റിക്കായിട്ട് ബോർഡർ വന്നു. വേറെ ആഡ് ചെയ്തു, അസിൻ. അന്നേരം കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സെൽ ബോർഡറിങ് വന്നിട്ടുണ്ട്. സെല്ലിൻ്റെ ബോർഡറിങ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ നമ്മളിങ്ങനെ ഓട്ടോമാറ്റഡ് സെൽ ബോർഡറിങ് കൊടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ മറ്റൊരു ഷീറ്റിലേക്ക് പോകണേ. ഓക്കെ, അപ്പോൾ ഓട്ടോമേറ്റഡ് സെൽ ബോർഡറിങ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ എക്സാമ്പിൾ കാണിച്ചു. നമുക്കിപ്പോൾ ഒരു ടേബിൾ ഉണ്ടല്ലോ, നമ്മൾ ടേബിൾ സെലക്ട് ചെയ്യുക. ഈ നെയിം എന്നുള്ള C4 മുതൽ നമുക്ക് എവിടം വരെ വേണ്ടി എന്നുള്ള ഒരു ഐഡിയ ഉണ്ടല്ലോ, അവിടം വരെ സെലക്ട് ചെയ്യുക. ഞാൻ 14th റോ വരെ സെലക്ട് ചെയ്തു. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് വെച്ചാണ് നമ്മളിത് ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നത്. അപ്പോൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് സെലക്ട് ചെയ്യുക. താഴെ പോയിട്ട് ന്യൂ റൂൾ എന്ന സെക്ഷൻ ഉണ്ട്, ന്യൂ റൂൾ. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് കഴിഞ്ഞാൽ അതിനകത്ത് ലാസ്റ്റ് ഓപ്ഷൻ ഉണ്ട്, യൂസ് എ ഫോർമുല ടു ഡിറ്റർമിൻ വിച്ച് സെൽസ് ടു ഫോർമാറ്റ്. അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഫോർമുല എൻ്റർ ചെയ്യുക. ഫോർമുല സ്റ്റാർട്ട് ചെയ്യുന്ന ഈക്വൽ സൈൻ വെച്ചാണ്, ഈക്വൽ സൈൻ. എന്നിട്ട് നമ്മൾ ടേബിളിൻ്റെ ഫസ്റ്റ് സെല്ലിൽ കൊണ്ട് പ്ലേസ് ചെയ്യുക, C4. അപ്പം $C$4 എന്ന് വന്നേക്കുന്നത്, അത് ലോക്ക് ചെയ്തേക്കണം. പക്ഷേ നമുക്ക് കോളം മാത്രം ലോക്ക് ചെയ്താൽ മതി, റോ ലോക്ക് ചെയ്യേണ്ട. അപ്പം 4 മുമ്പുള്ള $സൈൻ മാറ്റി ഈസ് നോട്ട് ഈക്വൽ ടു സൈൻ ഇടുക, ഈസ് നോട്ട് ഈക്വൽ ടു ഡബിൾ കോട്ട്സ് ഇടുക. ഓക്കെ, അതായത് ബ്ലാങ്ക് ആയിരിക്കല്ലേ. ഓക്കെ, ബ്ലാങ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യൂ നമ്മൾ എൻ്റർ ചെയ്യുക. അന്നേരം എന്താ വേണ്ടിയത്, ഒരു ഫോർമാറ്റ് കൊടുക്കുക. എന്ത് ഫോർമാറ്റാണ് വേണ്ടിയത്? ബോർഡറിങ് കൊടുക്കുക. അതായത് ഇപ്പോൾ മേളിൽ കുറച്ചിട്ടുണ്ട്, നമ്പർ, ഫോണ്ട്, ബോർഡർ, ഫിൽ. ഓക്കെ, ഏതുകൊണ്ട് സെലക്ട് ചെയ്യാം. ബോർഡർ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ഔട്ട്ലൈൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഔട്ട്ലൈൻ കണ്ടില്ലേ. ഔട്ട്ലൈൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഔട്ട്ലൈൻ വരും. പിന്നെ ഓക്കെ അടിക്കുക, അടുത്ത ബോക്സിനും ഓക്കെ അടിക്കുക. ഓക്കെ, ഇനി നമ്മളിവിടെ എന്ത് എൻ്റർ ചെയ്താലും ഓട്ടോമാറ്റിക്കായിട്ട് സെൽ ബോർഡറിങ് വരും. കണ്ടില്ലേ, മഞ്ജു എന്നിട്ട് ഇത് വന്നു. സിജിത്ത് എൻ്റർ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വന്നു. അപ്പോൾ നമ്മൾ എവിടം വരെ സെലക്ട് ചെയ്തേക്കുന്നത്, നമ്മൾ ആദ്യം ഇവിടം വരെ സെലക്ട് ചെയ്തില്ലായിരുന്നു മൊത്തം ടേബിൾ. അവിടം വരെ ഈ ഓട്ടോ ബോർഡറിങ്, ഓട്ടോമാറ്റഡ് സെൽ ബോർഡറിങ് വർക്ക് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്തില്ല. അപ്പോൾ നമുക്കങ്ങനെ ഡാറ്റ എൻ്റർ ചെയ്യുന്നതനുസരിച്ച് ബോർഡറിങ് വന്നു. നമ്മൾ പിന്നെ ഇവിടെ പോയി നമ്മൾ സെൽ ബോർഡറിങ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, മാനുവലി കൊടുക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു ടിപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. കാരണം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താലേ ഇനിയും പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഉടനെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ബൈ.